ആകാശത്തിൻ്റെ അതിദൂരത്ത് നിന്ന് ഒരു ചെറിയ വെളിച്ചം ഭൂമിയിലേക്ക് വരികയായിരുന്നു. ആദ്യം അത് ചെറുതായി തോന്നിയെങ്കിലും അടുക്കും തോറും അതൊരു ഭീകര വലിപ്പമുള്ള വസ്തുവായി മാറി. ഏകദേശം 10 കിലോമീറ്റർ വലിപ്പമുള്ള ഒരു ആസ്റ്ററോയിഡ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ മനുഷ്യരില്ലായിരുന്ന കാലം. അന്ന് ഭൂമിയെ ഭരിച്ചിരുന്നത് ഭീകര വലിപ്പമുള്ള ജീവികളായിരുന്നു, ഡൈനോസറുകൾ. ആകാശത്ത് ചിറക് വിരിച്ച് പറന്ന ടെറോസറുകൾ, മലകളെ നടുക്കിയ ടിറാനോസോറസ്, ചെടികളിൽ വിഹരിച്ച ട്രൈസെറോട്ടോപ്സ്, വലുതായ ശരീരവും നീളമേറിയ കഴുത്തുമുള്ള ബ്രാക്കിയോസോറസ്. ജീവന്റെ ഓരോ കോണിലും ഡൈനോസറുകളുടെ സാമ്രാജ്യം വ്യാപിച്ചിരുന്ന കാലം. കാടുകൾ നിറഞ്ഞ ഭൂമി, തീ പാറുന്ന അഗ്നിപർവ്വതങ്ങൾ, അതൊക്കെയായിരുന്നു അവരുടെ ലോകം. മില്യൺ കണക്കിന് വർഷങ്ങളോളം അവർ ലോകം ഭരിച്ചു. പക്ഷേ ജീവന്റെ നിയമം അവരെ തുടരാൻ അനുവദിച്ചില്ല. പെട്ടെന്ന് തന്നെ ആസ്റ്ററോയിഡ് ഭൂമിയിലേക്ക് ഇടിച്ചു കയറി. ഒരു നിമിഷം കൊണ്ട് ഭൂമിയിൽ അത് പൊട്ടിത്തെറിച്ചു. പർവ്വതങ്ങൾ തകർന്നു, സമുദ്രങ്ങൾ കുലുങ്ങി. ആ പൊട്ടിത്തെറിയുടെ ആഘാതം ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള കാടുകളിൽ പോലും തകർച്ചയുണ്ടാക്കി. ആ ആഘാതത്തിൻ്റെ ശക്തി 1000 ആണവ ബോംബുകൾ ഒരുമിച്ച് പൊട്ടുന്നതിനേക്കാൾ ഭയാനകമായിരുന്നു. ആ സ്ഫോടനത്തിൻ്റെ ചൂട് ഭൂമിയുടെ ഭൂരിഭാഗവും അഗ്നിക്കിരയാക്കി. ആകാശം തീയായി കത്തിയപ്പോൾ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചു. അതിൻ്റെ തീപ്പൊരി ഭൂമിയിൽ മഴയായി വീണു. വനങ്ങൾ തീയിൽ മുങ്ങി. ജീവികൾ നിലവിളിച്ചോടി. അവരുടെ ഭീതിയും നിലവിളിയും അഗ്നിയിൽ മുങ്ങിത്താണു. ആകാശം കറുത്തു. സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലെത്താതായി. മാസങ്ങളോളം നീണ്ട ഒരു രാത്രിയായിരുന്നു അത്. അങ്ങനെ അവസാനം സൂര്യൻ്റെ വെളിച്ചമെത്താതെ തണുപ്പ് കയറി തുടങ്ങി. സസ്യങ്ങൾ നശിച്ചു. ഭക്ഷണമില്ലാതെ ജീവികൾ ഓരോന്നായി മരണമടഞ്ഞു. അതായിരുന്നു ഡൈനോസറുകളുടെ കാലത്തിൻ്റെ അവസാനം. അവർ ഭരിച്ച ഭൂമി ഇപ്പോൾ ശൂന്യമാണ്. എന്നാൽ എല്ലാം അവസാനിച്ചില്ല. ഭൂമിയുടെ അഗാധമായ മണ്ണിനുള്ളിൽ ചില ചെറു ജീവികൾ, ചില പക്ഷികളെപ്പോലുള്ള ഡൈനോസർ വർഗങ്ങൾ, അവ ജീവന്റെ വിത്ത് പിടിച്ച് കിടന്നു. ഡൈനോസറുകളുടെ മരണം ഒരു ദുരന്തം മാത്രമല്ല, അത് പുതിയ ജീവന്റെ ആരംഭമായിരുന്നു. പ്രകൃതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു കാലഘട്ടം അവസാനിച്ചാൽ മറ്റൊന്ന് ജനിക്കുന്നു. ശക്തരായവരല്ല നിലനിൽക്കുന്നത്, പകരം മാറ്റത്തിന് പൊരുത്തപ്പെടുന്നവരാണ്. കാലം കടന്നപ്പോൾ അവരെ മാറ്റി പുതിയ ജീവവർഗങ്ങൾ പിറന്നു. പക്ഷികൾ, സസ്തനികൾ, ഒടുവിൽ മനുഷ്യർ.